കൈക്കോട്ടുള്ളൊന്ന് കൊത്തിക്കഴിഞ്ഞാൽ അടിയിലിട്ട വളങ്ങളൊക്കെ പുറത്തേക്ക് വരുന്ന നമുക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു പരിപാടി ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ കുരുമുളകിന്റെ കാര്യത്തിൽ ചെയ്യണത്. വരി ക്ലിയർ ആക്കി വെക്കണത് ഈ കാറ്റിന് പോകാനൊക്കെ കൂടിയിട്ടുള്ള. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ വളപ്രയോഗങ്ങളുള്ളത്. നമ്മളിതിൽ ഓയിൽ തേക്കുന്നത് നല്ലതാണ്. ഈ ബോക്സിന്റെ മുകളിൽ ഈ കമ്പി മുട്ടാൻ പാടില്ല. ഓല ഒരു 4 അടിക്ക് കട്ട് ചെയ്തിട്ട് അത് വെക്കാം. കോൺക്രീറ്റ് ഇടുന്ന സമയത്ത് ഒരു വടി വെച്ചിട്ട് ഇങ്ങനെ 20 സെന്റോളം സ്ഥലത്ത് നമ്മൾ 90 കാലുകളാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. വീടിന് അസ്ഥിവാരൊക്കെ കയറുന്ന പോലെ കുമ്മായൊക്കെ ഇട്ടിട്ട് കയറൊക്കെ കെട്ടി കൃത്യമായിട്ട് ചെയ്യണം. പൈപ്പ് വെച്ചു, എന്നിട്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കോൺക്രീറ്റ് പരന്നു പോവുക ചെയ്യുക. പൈപ്പ് കട്ട് ചെയ്തിട്ട് അതിന്റെ അടിയിൽ ക്രോസ് ആയിട്ട് 4 ഹോളുകൾ ഇടുകയാണ്. 3.5 അടി ഹൈറ്റിൽ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കോൺക്രീറ്റ് നിറച്ചിട്ടുണ്ട്. ആ 8 പെട്ടി കൊണ്ട് 90 എണ്ണം ഞങ്ങൾ ചെയ്തു. കഴിഞ്ഞാൽ 2 തട്ട് കെട്ടിയിട്ട് ആ പെട്ടി ഇങ്ങോട്ട് പൊക്കിയെടുക്കാം നമുക്ക്. നമസ്കാരം. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത മരുതൂരാണ് വീട്. പേര് വിജീഷ്. അധ്യാപകനായിട്ട് വർക്ക് ചെയ്യാണ്. അച്ഛൻ വിജയകുമാരൻ, റിട്ടയർഡാണ്. ഞങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് കുരുമുളകും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യണതാണ്. പന്നിയൂര്, കരിമുണ്ട, വയനാടൻ തുടങ്ങിയ ഇനങ്ങളാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു പരിപാടി ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ കുരുമുളകിൻ്റെ കാര്യത്തിൽ ചെയ്യണത്. മറ്റത് മരത്തിൻ്റെ മുകളിൽ ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത് എന്താ വെച്ചാൽ ഈ മരത്തിൻ്റെ മുകളിൽ ഹൈറ്റിലേക്ക് കയറി പോവും. അപ്പോൾ അത് പൊട്ടിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒട്ടുമിക്ക കാര്യങ്ങളും അച്ഛനും ഞാനൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ വിയറ്റ്നാം മോഡൽ എന്നുള്ള ഈ കൃഷി രീതി ആണ് യൂട്യൂബിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. പിന്നെ നമുക്ക് അടുത്ത സംശയം വന്നു, ഏത് കുരുമുളക ഈ പൈപ്പിൻ്റെ മുകളിൽ കോൺക്രീറ്റിൻ്റെ മുകളിൽ കയറുക എന്നുള്ള ഒരു ചിന്തയായി. പിന്നെ അപ്പോഴാണ് കുമ്പുക്കൽ കുരുമുളകിനെ കുറിച്ചിട്ടുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ ധൈര്യമായി നമുക്ക് ഈ പൈപ്പിൻ്റെ മുകളിൽ അത് പിടിച്ചു കയറും എന്നുള്ളൊരു ഉറപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ കുമ്പുക്കൽ കുരുമുളകിനെ ഇതിനു വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ PVC പൈപ്പ് ബുക്ക് ചെയ്തു. ചുരുങ്ങിയത് ഒരു 80 എണ്ണം ഒരു കടയിൽ ഹോൾസെയിലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തു. ഇതിന് 7 അടി ഗ്യാപ്പിലാണ് നമ്മൾ ഓരോ കുഴികൾ കുഴിച്ചത്. വീടിന് അസ്ഥിവാരൊക്കെ കയറുന്ന പോലെ കുമ്മായൊക്കെ ഇട്ടിട്ട് കൃത്യമായിട്ട് നമ്മൾ ചെയ്തു. എന്നാലും JCB കൊണ്ട് മാന്തുന്ന സമയത്ത് അത് കുഴി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതൊക്കെയാവും, കുറച്ച് വലുപ്പമൊക്കെ കൂടും. അപ്പോൾ നമ്മൾ പിന്നെയും നമ്മളൊരാളുടെ ഒരു പണി എങ്ങനെയും വരും. 20 സെന്റോളം സ്ഥലത്ത് നമ്മൾ 90 കാലുകളാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര കൂടുതൽ എണ്ണം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വ്യൂ, ആ വ്യൂ നമുക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുക. ഇത് ഒരു ഭംഗി മാത്രമല്ല, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു മരമാണെങ്കിൽ അതിന് വേരും പടലങ്ങളൊക്കെ ഇട്ട് അത് അത്ര പെട്ടെന്നും അറിയില്ല. പക്ഷേ ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഈ പൈപ്പിൻ്റെ മുകളിലാണ് ഈ കാട് പോലെ ഈ കുരുമുളക്, അതാണ് കുമ്പുക്കൽ കുരുമുളക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശക്തമായിട്ട് പടർന്ന് പന്തലിച്ച് വരുന്നതാണത്. അപ്പോൾ നമ്മൾ ഈ വരി ക്ലിയർ ആക്കി വെക്കണത് ഈ കാറ്റിന് പോകാനൊക്കെ കൂടിയിട്ടുള്ള ഇതാണത്. അപ്പോൾ അതിൻ്റെ വളർച്ച നമ്മൾ കണ്ടിട്ട് അതിനനുസരിച്ച് നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഒരു വികസിക്കാനുള്ള ഒരു 3 അടിയോളം ഗ്യാപ്പ് നമുക്ക് ഇത് ചെടി തന്നെ വികസിച്ച് അതിൻ്റെ അതൊക്കെ ആയിട്ട് 3-3.5 അടിയോളം വരും. അപ്പോൾ ആ 2 എണ്ണം തമ്മിലൊരു ഗ്യാപ്പ്, ഒരു 7 അടി ഗ്യാപ്പ് ആകുമ്പോൾ നമുക്ക് അതിനെ നടക്കാനുള്ള ഒരു വഴിയായി. ചെടികൾക്കും തടസ്സമില്ല, ചെറിയ വെയിൽ എല്ലാ ഭാഗത്തേക്കും കിട്ടും, മഴ എല്ലാ സ്ഥലങ്ങളിലേക്കും കിട്ടും. അതേപോലെ ഇതിൻ്റെ നമ്മൾ വിളവെടുപ്പ് നടത്തുന്ന സമയത്ത് ഇപ്പോൾ കോണിയൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിട്ട് നമുക്കിത് പൊട്ടിക്കാൻ പറ്റും. ഈ 5 അടി ഹൈറ്റിന് നമ്മൾ പൈപ്പ് കട്ട് ചെയ്യാണ്. പൈപ്പ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ ക്രോസ് ആയിട്ട് 4 ഹോളുകൾ ഇടുകയാണ്. 8 mm കമ്പിയാണ് അടിച്ച് കയറ്റുക. പൈപ്പ് വെച്ചു, എന്നിട്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കോൺക്രീറ്റ് പരന്നു പോവുക ചെയ്യുക. അപ്പോൾ പരന്നു പോകുമ്പോൾ അത് വലിയ ബലം കിട്ടില്ല. പിന്നെ അത്രയും കനത്തിൽ നമ്മൾ ഇടണം. അത് ഒരുപാട് ചട്ടി കോൺക്രീറ്റ് വേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ഒരു പെട്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ മൾട്ടിവുഡിൻ്റെ കഷ്ണങ്ങൾ വെച്ചിട്ട് 8 പെട്ടിയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. ആ 8 പെട്ടി കൊണ്ട് 90 എണ്ണം ഞങ്ങൾ ചെയ്തു. കാരണം അത് ഫിക്സ് ചെയ്യില്ല, അത് വെച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ കോൺക്രീറ്റ് സെറ്റാവും. കോൺക്രീറ്റ് സെറ്റായി കഴിഞ്ഞാൽ 2 തട്ട് കെട്ടിയിട്ട് ആ പെട്ടി ഇങ്ങോട്ട് പൊക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ ഇത് എടുക്കുമ്പോൾ ഇതിന് വേറെ ടൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റും ഈ ബോക്സും തമ്മിൽ ഈ സിമെൻറ്റ് പശയാണല്ലോ. അപ്പോൾ ബോക്സിന് ചിലപ്പോൾ സിമെൻറ്റ് കയറി ഒട്ടിപ്പിടിക്കും. അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ ഓയിൽ തേക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ എഞ്ചിൻ ഓയിൽ, പഴയ എഞ്ചിൻ ഓയിൽ, ഗ്രീസോ എഞ്ചിൻ ഓയിലോ അല്ലെങ്കിൽ എണ്ണയോ, നമ്മൾ ഈ മറ്റേ പപ്പടം കാച്ചി എണ്ണയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. ഒരു ഓയിലൊന്നും ഇതിൽ പരട്ടണമെന്നേ ഉള്ളൂ. പെട്ടി നല്ല ലെവലിൽ ചെയ്തിട്ട് പെട്ടിയിരിക്കണം. എന്നിട്ടാണ്ടോ ഈ കമ്പി ഇങ്ങനെ ഇറങ്ങില്ല. അപ്പോൾ നമ്മളിത് ഇങ്ങനെ തിരിച്ചിട്ട് ഇതിൻ്റെ ഈ കോണുകളിലേക്ക്, ബോക്സിൻ്റെ കോണിൻ്റെ അങ്ങനെ വേണം ഈ കമ്പി പോവാൻ. പിന്നെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം ഇവിടെ. ഈ ബോക്സിൻ്റെ മുകളിൽ ഈ കമ്പി മുട്ടാൻ പാടില്ല. കാരണം നമുക്ക് ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കോൺക്രീറ്റ് സെറ്റായി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ബോക്സ് എടുക്കാനുള്ളതാണ്. അളവ് നോക്കുമ്പോൾ കയറൊക്കെ കെട്ടി കൃത്യമായിട്ട് ചെയ്യണം. ഒരു ചെറിയൊരു വ്യത്യാസം, അതൊരു ചെറിയ വ്യത്യാസം വെച്ചിട്ട് നമ്മളത് നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. കാരണം കുറേ എണ്ണം ചെയ്യുമ്പോൾ അത് ആ അറ്റത്തേക്ക് എത്തുമ്പോഴേക്കും അത് വലിയൊരു വ്യത്യാസമായിട്ട് മാറും. പിന്നെ അടുത്തത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ബോക്സ് എടുക്കണതാണല്ലോ,
അപ്പോൾ അത് ആദ്യം ബോക്സ് വെച്ച് നോക്കി, അളവൊക്കെ വെച്ച് നോക്കിയിട്ട് ബോക്സ് ഇരിക്കാനുള്ള ഗ്യാപ്പ്, ബോക്സ് എടുക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടോ നോക്കിയിട്ട്, ഇല്ലെങ്കിൽ നമ്മൾ ആ സ്ഥലം കൂടി നമ്മൾ ഒന്ന് കൊത്തി ഇറക്കണം. ഈ കുരുമുളകിൻ്റെ അടിയിലേക്ക് വേര് പോകുന്ന സമയത്ത് ഇത് കുറച്ച് സ്ഥലമേ ഉണ്ടാവുള്ളൂ ഈ കോൺക്രീറ്റ്, ബാക്കി കുരുമുളകിനും അതൊരു സുഖമായിട്ട് അതിൽ വേര് പോകാനൊക്കെ പറ്റും ചെയ്യും. ഞങ്ങളുടെ ഭൂമി പരന്നു കിടക്കുന്ന സ്ഥലവും അടിയിൽ നല്ല ഉറപ്പുണ്ട്. ഉള്ള ഭാഗങ്ങളിൽ നമ്മൾ കൂടുതൽ കോൺക്രീറ്റ് ചിലവാക്കിയിട്ട് കാര്യമില്ല. അത് നമ്മൾ ചെറുതായിട്ട് ഒരു കട്ട പറഞ്ഞില്ലേ 9 ഇഞ്ചിൻ്റെ അത് മാത്രം ചെയ്താൽ മതി. നേരെ മറിച്ച് മണ്ണ് നല്ല ഇളകി കിടക്കുന്നതും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ കുറച്ച് ബലത്തിൽ ചെയ്യണം. അത് അപ്പോൾ കൂടുതൽ കോൺക്രീറ്റും അടിയിൽ കമ്പിയും നല്ല ബലത്തിൽ ചെയ്തു കഴിഞ്ഞാലാണ് അത് ഉറച്ചു നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും മുകളിലോട്ട് കുരുമുളക് പടർന്ന് പന്തലിച്ച് വരുന്ന സമയത്ത് ഇത് വീഴാനുള്ള സാധ്യത ഉണ്ടാവും. ഒരു 10-15 അടി ഹൈറ്റ് മുകളിലേക്ക് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം, മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം നിൽക്കും. അപ്പോൾ അത് ആ വെള്ളം ഒഴിവാകാൻ വേണ്ടിയിട്ട് ഒരു 3.5 അടി ഹൈറ്റിൻ്റെ മുകളിലൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഹോള് കണക്കാക്കിയിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് അടിയിൽ ഈ ബോക്സ് വെച്ചിട്ടുള്ള കോൺക്രീറ്റിൻ്റെ ബീമും പൈപ്പിൻ്റെ ഉള്ളിൽ 3.5 അടി ഹൈറ്റുള്ള കോൺക്രീറ്റുമാണ് ഇതിനെ ബലവത്താക്കിയിട്ട് ഇതിനെ നിർത്തുന്നത്. കോൺക്രീറ്റ് ഇടുന്ന സമയത്ത് ഒരു വടി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയില്ലല്ലോ. അപ്പോൾ ഒന്നിങ്ങനെ കുത്തുമ്പോൾ അത് വൃത്തിയായിട്ട് അത് ഫില്ലായിക്കോളും. ഇനിയിപ്പോൾ തൈകളെത്തി 7 മാസത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് നമുക്ക് തൈകളൊക്കെ കിട്ടിയത്. അപ്പോൾ അത് ബുക്ക് ചെയ്യണ സമയത്ത് തന്നെ ആരും തന്നെ ഒരു പറഞ്ഞിരുന്നു, ഇങ്ങനെ 7 മാസമൊക്കെ എടുക്കൂട്ടോ മാഷ എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും തൈകളൊക്കെ വന്നപ്പോൾ നല്ല കരുത്തുള്ള നല്ല തൈകൾ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിന് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ തൈകൾ നടലൊക്കെ ആരംഭിച്ചു. ഇപ്പോൾ 10-20 തൈകൾ ഇപ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞു. ഇപ്പോൾ 100 തൈകളാണ് നമ്മൾ ഏൽപ്പിച്ചത്. 100 തൈകൾ വന്നു. നല്ല കരുത്തുള്ള തൈകൾ എന്ന് പറയുമ്പോൾ അത് കർഷകന് കണ്ടു കഴിഞ്ഞാൽ അത് വേഗം മനസ്സിലാക്കാൻ പറ്റും. നല്ല കരുത്തുള്ള ഇലകൾ, അത് ഇലകളുടെ കളറും അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേഗം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കരുത്തുള്ളതാണെന്ന്. ഒറ്റയടിക്കാൻ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള തൈകൾ തന്നെയാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. ഞങ്ങളിവിടെ ഒരു തെയ്യന് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ഒരു ചട്ടി വളപ്പൊടിയും 1 കിലോ വേപ്പിൻ പിണ്ണാക്കും 1/2 കിലോ എല്ലുപൊടിയും മാത്രമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്ന് വിചാരിച്ചാൽ വളപ്പൊടിയുടെ അളവ് കൂട്ടാം. മറ്റുള്ളതൊക്കെ കുറച്ചാലും കുഴപ്പമില്ല. വളപ്പൊടി എത്ര വേണമെച്ചാലും ഇടാം, അതിന് കുഴപ്പമില്ല. നല്ല വളപ്പൊടിയായിരിക്കണം. ഇട്ട കുമ്മായൊക്കെ ഇട്ട് 1-2 ആഴ്ച നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ വളപ്പൊടികളൊക്കെ ഇട്ടത്. അത് കഴിഞ്ഞ് ഒരു ചട്ടി മേൽമണ്ണും നമ്മൾ അതിലിട്ടിട്ടാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. മുകളിലെ മേൽമണ്ണാണ് കിടക്കുന്നത്. അത് കഴിഞ്ഞൊന്ന് കൈക്കോട്ടുള്ളൊന്ന് കൊത്തിക്കഴിഞ്ഞാൽ അടിയിലിട്ട വളങ്ങളൊക്കെ പുറത്തേക്ക് വരുന്ന നമുക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വളപ്രയോഗങ്ങളുള്ളത്. പിന്നെ നമ്മൾ നടുന്ന സമയത്ത് ഈ പൈപ്പിനോട് ചേർന്നിട്ട് നടാൻ നോക്കുക. കുറേ വല്ലാതെ വിട്ടിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. പൈപ്പിനോട് ചേർന്നിട്ട് തന്നെ ഒരു 1/2 അടിയൊക്കെ ഗ്യാപ്പിൽ നമുക്ക് ഇതിനെ നടാം. നമ്മൾ 1/2 അടി കുഴിയിലാണ് ഇപ്പോൾ ഈ ചെടി ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ വരുന്നത് വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് മഴയുടെ ശല്യം കാര്യമായിട്ട് വെള്ളക്കെട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ ഇങ്ങനൊരു കുഴിയിൽ ഇത് നിൽക്കുന്നത്. അപ്പോൾ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അടുത്ത മഴക്കാലം ആകുമ്പോഴേക്കും ആ കുഴിയൊക്കെ ഒരുവിധം ഫില്ലായി വരും. ഒരു വർഷം കൊണ്ട് അത് ഫില്ലായി വരും. നമ്മൾ വളപ്പൊടിയും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ മണ്ണെന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സീറ്റിംഗ് ഒക്കെ ആയിട്ട് ഒന്ന് ശരിയാവാണ്ട്. അപ്പോൾ അത് ഏകദേശം 1/2 അടിയൊക്കെ വേഗം കൂരേണ്ടതാണത്. അപ്പോൾ ഒരു വർഷത്തിനുള്ളിലാണ് അത് ആ കുഴി തൂരുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ, അതായത് കുഴി മുഴുവനെ സെറ്റ് ഇതാവുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ കണക്കൂട്ടൽ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ അതിന് വെയിലടിക്കാതിരിക്കാനുള്ള സംഭവം ഒരു മറ നമ്മൾ വെക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഞങ്ങൾ തെങ്ങിൻ്റെ ഓല ഉണ്ടല്ലോ, ഓല ഒരു 4 അടിക്ക് കട്ട് ചെയ്തിട്ട് അത് വെക്കാം. പിന്നെ ഈ വാഴയുടെ ഉണങ്ങിയ ഇലകളുണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് മറ ഉണ്ടാക്കാന്നാണ് പറഞ്ഞത്. എന്നിട്ട് അതും പോരാ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇതൊന്ന് നോക്കും വേണം. ആഴ്ചയിലോ അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോഴോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. തെയ്യ് പിടിച്ച് കെട്ടാരായി എന്ന് വിചാരിച്ചാൽ ഈ പൈപ്പിൻ്റെ മുകളിൽ ഭദ്രമായിട്ട് പിടിച്ച് കെട്ടി മെതുവായിട്ട് നമ്മുടെ കുട്ടികളെ തൊടുന്ന മാതിരി തൊട്ട് പൈപ്പ് അല്ലെങ്കിൽ തലമുറിയ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇതിൻ്റെ ചെടിയുടെ. അപ്പോൾ നമ്മൾ ഭദ്രമായിട്ട് അത് പിടിച്ച് കെട്ടണം. അതേമാതിരി തന്നെ ഈ ഓല നമ്മൾ കെട്ടണ സമയത്ത് അതിൻ്റെ തലഭാഗം നന്നായിട്ട് കെട്ടണം. അല്ലെങ്കിൽ മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മറിഞ്ഞു വീണാൽ ഇതിൻ്റെ കൂടെ നമ്മുടെ തെയ്യും കൂടി മറിഞ്ഞു വീഴും. വെള്ളം കൊടുക്കേണ്ട സമയത്ത് വെള്ളം കൊടുക്കണം. എന്നാലാണ് ഇത് പെട്ടെന്ന് വളർന്ന് നമുക്ക് ഇതാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന മാതിരി ആ കുമ്പുക്കലിന് ആ കുരുമുളകും തെയ്യം കൊണ്ടുവന്നു അതൊക്കെ പോയിരിക്കണമെന്ന് പറയും. അങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണത്. ഈ കുമ്പുക്കൽ കുരുമുളക് എന്ന് പറഞ്ഞ ഈ ഒരു ഇനം ഇത് നമുക്ക് വേറെ ഫാമുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്നൊന്നും നമുക്ക് കിട്ടില്ല.
അത് ഇവരുടെ മാത്രം ഈ കുമ്പക്കലി ഇതിൻ്റെ ഈ ഫാമിൻ്റെ മാത്രം ഒരു പ്രൊഡക്റ്റാണത്. ഇനി ഇതിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും നമ്മൾ ഇതേപോലെ വീഡിയോയിൽ വരുന്നുണ്ട് എന്നുള്ളതൊരു സന്തോഷമുള്ളത് തന്നെ. അപ്പോൾ അതിൻ്റെ ഇനിയുള്ള തുടർ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണുള്ളത് നമ്മളും അത് അവരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് നമ്മളത് ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും തുടർന്നുള്ള സഹകരണം ഉണ്ടായിരിക്കണം.